നമസ്കാരം. ഈ ബഹളത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. मिनिस्टर का स्टेटमेंट आ रहा है. माननीय विदेश मंत्री, Honorable Chairman sir, I rise to apprise this August House. പാർലമെന്റിൽ ഇന്ന് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം വലിയ പ്രതിഷേധം ഉയർത്തി. ഇറാൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ നിലപാട് എന്താണ് എന്നത് സംബന്ധിച്ച് രാജ്യത്താകെ ഒരു സംശയം നിലനിൽക്കുന്ന അവസ്ഥയുണ്ട്. ട്രംപിനെ പേടിച്ച് നമ്മുടെ പ്രധാനമന്ത്രി നടക്കുകയാണോ എന്ന ചോദ്യം വ്യാപകമായി ഉന്നയിക്കപ്പെടുന്നുണ്ട്. അത് സോണിയാഗാന്ധി മുതൽ പിണറായി വിജയൻ വരെ ചോദിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ എന്തുകൊണ്ട് ഇറാനെതിരായി അവരുടെ പരമാധികാര സ്വഭാവത്തിന് എതിരായി കടന്നു കയറിക്കൊണ്ടൊരു ആക്രമണം നടത്തിയിട്ട് അതിനെ അപലപിക്കുന്നില്ല എന്നുള്ള സിമ്പിളായ ചോദ്യം അതുപോലെ നിൽക്കുകയാണ്. അത് മാത്രമല്ല, ഇന്ത്യക്ക് എണ്ണ വാങ്ങാൻ പ്രസിഡന്റ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ അനുവാദം ഉത്തരവ് വരേണ്ട സാഹചര്യമുണ്ടോ എന്നുള്ളതടക്കം. അങ്ങനെ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തും മട്ടിൽ മറ്റൊരു രാജ്യം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ യശസ്സിന് കളങ്കം ഏൽപ്പിക്കുന്നുണ്ടോ എന്ന് സംശയം നിലനിൽക്കുമ്പോൾ അതിനെ തള്ളിപ്പറയാൻ കഴിഞ്ഞ മാസങ്ങളായി പല സാഹചര്യം ഉണ്ടായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി അതിന് തയ്യാറാവുന്നില്ല എന്നുള്ള ചോദ്യം, പരസ്യമായി തയ്യാറാവുന്നില്ല എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം, അങ്ങനെ പല ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇറാൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ എടുക്കുന്ന നിലപാട് സംബന്ധിച്ച് പലവിധ കാര്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ പ്രതിഷേധത്തെ തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഇന്ത്യയുടെ നിലപാട് പാർലമെൻറ്റിൽ അറിയിക്കണം എന്നുള്ള സാഹചര്യം ഉള്ളതുകൊണ്ടും ഇന്ന് വിദേശകാര്യമന്ത്രി ജയശങ്കർ ഇത് സംബന്ധിച്ചൊരു പ്രസ്താവന രണ്ട് സഭകളിലും നടത്തി. പ്രസ്താവന നടത്തുന്നതിനിടയിൽ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കാരണം പ്രസ്താവനയല്ല വേണ്ടത്, ചർച്ചയാണ് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. സ്വാഭാവികമാണ്, ചർച്ചയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരാനിടയിൽ പലവിധ ആശങ്കകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ ആശങ്കകൾ സഭയിൽ ഉന്നയിക്കണം. विदेश मंत्री जी दे रहे हैं. अगर आपकी चिंता है कि भारत के लोग गल्फ में हैं, भारत के लोग ईरान में हैं, मिडिल ईस्ट में हैं, तो क्या कार्रवाई सरकार कर रही, आप क्या परिचय दे रहे हैं? अगर सरकार की तरफ से आपके उस चिंता का स्टेटमेंट आ रहा है, आपके इशूज पे स्टेटमेंट आ रहा है, तो मैं आग्रह करूंगा कि आप लोग सदन को कृपया सुचारू रूप से चलने दें. आप सुनिए, माननीय विदेश मंत्री जी जो आप सवाल को उठाना चाहते हैं उसका जवाब दे रहे, स्टेटमेंट दे रहे हैं. आप सुनना नहीं चाहते, पहले से प्ले कार्ड लेके आए हैं, ये प्ले कार्ड लेके क्यों आए? ഇന്നും തഥൈവ തന്നെയായിരുന്നു സ്ഥിതി. എങ്കിലും എന്താണ് ജയശങ്കർ പ്രസ്താവനയിലൂടെ പറഞ്ഞത് എന്ന് നമുക്ക് കേൾക്കണം. അത് കഴിഞ്ഞ് ജയശങ്കർ പറയാതെ പോയ 5 കാര്യങ്ങളെക്കുറിച്ചുള്ള 5 ചോദ്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ആദ്യം നമുക്ക് ജയശങ്കറിന്റെ പ്രസ്താവന കേൾക്കാം. Round of conflict started on 28th February 2026. സർ, പടിഞ്ഞാറൻ ഏഷ്യയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ നമ്മളെല്ലാവരെയും വളരെ ആഴത്തിൽ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഈ സംഘർഷം 2026 ഫെബ്രുവരി 28-നാണ് തുടങ്ങിയത്. ഇസ്രായേലും യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഒരു വശത്തും ഇറാൻ മറുവശത്തും തമ്മിലുള്ള യുദ്ധം മാത്രമായി ഒതുങ്ങിയില്ല അത്, മറിച്ച് ഗൾഫിലെ മറ്റ് രാജ്യങ്ങളിലേക്കും നിരവധി ആക്രമണങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഉണ്ടായി. ഇറാനിൽ നേതൃത്വ തലത്തിലുൾപ്പെടെ ഉള്ള ആളുകൾ മരിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾ വലിയ രീതിയിൽ നശിപ്പിക്കപ്പെട്ടു. ഗവൺമെൻറ് ആദ്യം തന്നെ 2026 ഫെബ്രുവരി 28-ന് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അതിൽ നമ്മുടെ വലിയ ആശങ്ക പ്രകടിപ്പിച്ചതാണ്. എല്ലാ കക്ഷികളോടും സംയമനം പാലിക്കാനും കൂടുതൽ വഷളാക്കാതിരിക്കാനും സാധാരണക്കാരുടെ സുരക്ഷയ്ക്ക് ഏറ്റവും പ്രാധാന്യം നൽകാനും ആവശ്യപ്പെട്ടു. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഇപ്പോഴും വിശ്വസിക്കുന്നു, സംഘർഷം കുറയ്ക്കാനുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും സംഭാഷണവും നയതന്ത്രവും മാത്രമേ വഴിയുള്ളൂ എന്ന്. പ്രദേശത്തെ എല്ലാ രാജ്യങ്ങളുടെയും സ്വാതന്ത്ര്യവും അതിർത്തികളും സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. സർ, ഈ സാഹചര്യം വളരെ ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി മാർച്ച് 1-ന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ഇറാനിലെ വ്യോമാക്രമണങ്ങളെയും അതിനുശേഷമുള്ള ഗൾഫിലെ ആക്രമണങ്ങളെയും കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു. CCS ഇന്ത്യൻ സമൂഹത്തിൻ്റെ സുരക്ഷയെക്കുറിച്ചും വലിയ ആശങ്ക പ്രകടിപ്പിച്ചു. പ്രാദേശിക സുരക്ഷയ്ക്കും സാമ്പത്തിക വ്യാപാര കാര്യങ്ങൾക്കും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളിലും ശ്രദ്ധ നൽകിയിരുന്നു. പ്രദേശത്ത് വഴിമാറിപ്പോകുന്ന ഇന്ത്യൻ യാത്രക്കാർക്കും ഇവിടെ പരീക്ഷ എഴുതാൻ വരുന്ന വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ചർച്ച ചെയ്തു. എല്ലാ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളോടും ഉചിതമായ നടപടികളെടുക്കാൻ നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി പുതിയ മാറ്റങ്ങളെ വളരെ ആകാംക്ഷയോടെയും ആശങ്കയോടെയും സൂക്ഷ്മമായി വീക്ഷിക്കുന്നുണ്ട്. ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളെ ഏകോപിപ്പിച്ച് ഫലപ്രദമായി പ്രതികരിക്കുന്നുണ്ട്. സംഘർഷം കൂടുതൽ തീവ്രമായി തുടരുകയാണ്. പ്രദേശത്തെ സുരക്ഷാ സ്ഥിതി വളരെ മോശമാണ്. സംഘർഷം മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. നാശനഷ്ടങ്ങളും മരണങ്ങളും കൂടി. മുഴുവൻ പ്രദേശത്തും സാധാരണ ജീവിതവും സാമ്പത്തിക പ്രവർത്തനങ്ങളും ബാധിക്കപ്പെട്ടു. ചിലയിടങ്ങളിൽ പൂർണ്ണമായി നിശ്ചലമാണ്. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുന്നു, സംഭാഷണവും നയതന്ത്രവും വഴി ഈ സംഘർഷാവസ്ഥ പരമാവധി നേരത്തെ അവസാനിപ്പിക്കണം.
ഞാൻ വിശ്വസിക്കുന്നു മുഴുവൻ സഭാംഗങ്ങളും എന്നോടൊപ്പം ചേർന്ന് നമ്മുടെ ആശങ്ക പ്രകടിപ്പിക്കും എന്ന്. ലോക സമാധാനത്തെയും സുരക്ഷയെയും പ്രതികൂലമായി ബാധിക്കുന്ന ഏത് കാര്യവും വളരെ ആശങ്കാജനകമാണ്. ഈ തുടർച്ചയായ സംഘർഷം ഇന്ത്യക്ക് പ്രത്യേകിച്ച് പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ്. നമ്മൾ അയൽപ്രദേശമാണ്. പടിഞ്ഞാറൻ ഏഷ്യ സ്ഥിരതയോടെ സമാധാനപരമായി നിലനിൽക്കണമെന്ന് ഇന്ത്യക്ക് വ്യക്തമായ താല്പര്യമുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഏകദേശം 1 കോടി ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നു. ഇറാനിൽ ആയിരക്കണക്കിന് ഇന്ത്യക്കാർ പഠനത്തിനും ജോലിക്കുമൊക്കെ പോയിട്ടുണ്ട്. ഈ പ്രദേശം നമ്മുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വളരെ പ്രധാനമാണ്. എണ്ണയും വാതകവും വരുന്നത് ഇവിടെ നിന്നാണ്. ഗൾഫ് ഒരു വലിയ വ്യാപാര പങ്കാളിയാണ്. വർഷം തോറും ഏകദേശം $200 ബില്യൺ വ്യാപാരം പ്രദേശത്ത് നിന്ന് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് വലിയ നിക്ഷേപങ്ങളായും വരുന്നുണ്ട്. അതുകൊണ്ട് സപ്ലൈ ചെയിൻ തടസ്സങ്ങളും അസ്ഥിരതയും വലിയ പ്രശ്നമാണ്. കൂടാതെ കപ്പൽ ഗതാഗതത്തിലെ ആക്രമണങ്ങൾ പ്രതിസന്ധിയുടെ ഭാഗമാണ്. ഇന്ത്യൻ പൗരന്മാർ ഇവിടെ വലിയൊരു ഭാഗമാണ്. ദുഃഖകരമായി 2 ഇന്ത്യൻ നാവികർ ഇത്തരം ആക്രമണങ്ങളുടെ ഭാഗമായി മരിച്ചു. ഒരാളെ കാണാതായി. സഭ ഇതിൽ എന്നോടൊപ്പം നിൽക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. സർ, ഗവൺമെൻറ് പടിഞ്ഞാറൻ ഏഷ്യയിലെ സ്ഥിതി നിരന്തരം നിരീക്ഷിക്കുന്നുണ്ട്. ജനുവരി മുതൽ ടെൻഷൻ വർദ്ധിക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു. ഇറാഖിലെ ഇന്ത്യൻ സമൂഹത്തിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ജനുവരി 5-ന് വിദേശകാര്യ മന്ത്രാലയം അത്യാവശ്യമല്ലാത്ത യാത്ര ഒഴിവാക്കാൻ നിർദ്ദേശിച്ചു. അവിടെയുള്ളവർ എംബസിയിൽ രജിസ്റ്റർ ചെയ്യണം, ജാഗ്രത പാലിക്കണം. ജനുവരി 14-ന് കൂടുതൽ ശക്തമായ മുന്നറിയിപ്പും നൽകി. ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ ജനുവരി 13-ന് ചരക്ക് കപ്പലുകൾക്ക് സമാന നിർദ്ദേശം കൊടുത്തു. സ്ഥിതി വഷളായപ്പോൾ ടെഹ്റാനിലെ എംബസി ഫെബ്രുവരി 14-ന് നിർദ്ദേശങ്ങൾ ഇറക്കി. വിദ്യാർത്ഥികൾ, തീർത്ഥാടകർ, ബിസിനസ്സുകാർ, ടൂറിസ്റ്റുകൾ എല്ലാവരോടും ഇറാനിൽ നിന്ന് പോരാൻ പറഞ്ഞു. എല്ലാ ഗതാഗത മാർഗങ്ങളും ഉപയോഗിക്കാൻ ശ്രമിച്ചു. എംബസിയെ ബന്ധപ്പെടാൻ മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ നൽകി. ഫെബ്രുവരി 23-ന് വീണ്ടും നിർദ്ദേശങ്ങൾ ആവർത്തിച്ചു. ചിലർ പോയി, എന്നാൽ പലരും ഇപ്പോഴും അവിടെ തുടരുന്നു. ഇറാഖിലെ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധം ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. സംഘർഷം തുടങ്ങിയ ശേഷം എംബസി വിദ്യാർത്ഥികളെ പുറത്തേക്ക് മാറ്റുന്നതിനെ സഹായിച്ചു. മാർച്ച് 3-ന് അപ്ഡേറ്റഡ് നിർദ്ദേശം നൽകി. തീർത്ഥാടകർക്ക് ആഭ്യന്തര യാത്രയ്ക്ക് സഹായം നൽകി. ബിസിനസ്സുകാർക്ക് അർമേനിയ വഴി തിരിച്ചു വരാനുള്ള സഹായവും നൽകി. എംബസി പൂർണ്ണമായും പ്രവർത്തിക്കുന്നുണ്ട്. ഷിപ്പിങ്ങിനായി ക്വിക്ക് റെസ്പോൺസ് ടീം രൂപീകരിച്ചു. പ്രദേശത്തെ എല്ലാ എംബസികളും നിർദ്ദേശങ്ങൾ ഇറക്കി. പലതും ഫെബ്രുവരി 28 മുതൽ മാർച്ച് വരെ ഉള്ളതാണ്. വിദേശകാര്യ മന്ത്രാലയത്തിൽ പ്രത്യേകം കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട്. ഈ കാലത്ത് പ്രധാനമന്ത്രി UAE, ഖത്തർ, സൗദി, കുവൈത്ത്, ബഹ്റൈൻ, ഒമാൻ, ജോർദാൻ നേതാക്കളോട് നേരിട്ട് സംസാരിച്ചു. ഇന്ത്യക്കാരുടെ ക്ഷേമത്തിനാണ് രാജ്യത്തിൻ്റെ മുൻഗണന എന്ന് ഉറപ്പ് നൽകുന്നു. ഞാനും എൻ്റെ കൗണ്ടർ പാർട്ടുകളുമായി ബന്ധത്തിലാണ്. അമേരിക്കയുമായി ഡിപ്ലോമാറ്റിക് ചാനലുകൾ വഴി സംസാരിക്കുന്നുണ്ട്. ഇറാനുമായി നേതൃതലത്തിൽ ബന്ധപ്പെടാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. പക്ഷേ വിദേശകാര്യമന്ത്രി അറാക്ചിയോട് ഫെബ്രുവരി 28-നും മാർച്ച് 5-നും സംസാരിച്ചു. അതിനിയും തുടരും. നമ്മുടെ പോർട്ടിൽ ഒരു ഇറാനിയൻ കപ്പൽ ഡോക്ക് ചെയ്യാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. കൊച്ചിയിൽ ഡോക്ക് ചെയ്തു. മനുഷ്യത്വപരമായി അത് ശരിയായ കാര്യമായിരുന്നു. ഇറാൻ മന്ത്രി അതിന് നമ്മോട് നന്ദി അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ ഊർജ്ജ സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകുന്നുണ്ട്. ലഭ്യത, വില, റിസ്ക് എല്ലാം കണക്കിലെടുക്കും. ഇന്ത്യൻ ഉപഭോക്താവിൻ്റെ താല്പര്യമാണ് ഏറ്റവും പ്രധാനം. അവസാനമായി 3 കാര്യങ്ങൾ. ഇന്ത്യ സമാധാനത്തിന് അനുകൂലമാണ്. സംഭാഷണവും നയതന്ത്രവും വഴി സമാധാനം തിരിച്ചു വരണം. സംയമനം, സിവിലിയന്മാരുടെ സുരക്ഷ എന്നിവ എല്ലാ രാജ്യങ്ങളും പരിഗണിക്കണം. 2, പ്രദേശത്തെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ക്ഷേമവും സുരക്ഷയും സർക്കാരിൻ്റെ ഏറ്റവും വലിയ മുൻഗണനാ വിഷയമാണ്. 3, നമ്മുടെ ദേശീയ താല്പര്യങ്ങൾ, ഊർജ്ജ സുരക്ഷ, വ്യാപാരം എന്നിവ എപ്പോഴും സംരക്ഷിക്കും. ഈ വിഷയത്തിൽ ഈ ഹൗസിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അവസാനിപ്പിച്ചത്. ഇത് രാജ്യസഭയിലും ലോക്സഭയിലും അദ്ദേഹം പ്രസ്താവന നടത്തിയ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇറാൻ യുദ്ധത്തിൽ രാഷ്ട്രീയമായി മോദി സർക്കാർ നേരിടുന്ന പ്രതിഷേധത്തെ മറികടക്കാനുള്ള ഒരു മാർഗമായി BJPക്ക് ഈ നിലപാട് പ്രഖ്യാപനം ഉപയോഗിക്കാൻ ഉള്ള സാഹചര്യമാണ്. എന്നാൽ സംഘർഷം തുടങ്ങിയതു മുതൽ ഇന്ത്യ ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാടുകളിൽ ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങൾ പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും ഈ പ്രസ്താവനയ്ക്ക് ശേഷവും അവശേഷിക്കുന്ന ആരോപണങ്ങൾ നേരത്തെ അന്തരീക്ഷത്തിൽ ഉള്ളതു തന്നെയാണ്. നേരത്തെയുള്ള സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ 5 ചോദ്യങ്ങൾ നമ്മൾ ഉന്നയിക്കുകയാണ്. 1, ഇറാന്റെ പരമാധികാരിയുടെ കൊലപാതകത്തിൽ പരമ്പരാഗത രീതിയിലുള്ള വിദേശ നയത്തിൻ്റെ സമീപന രീതിയിൽ ഒരു അനുശോചന സന്ദേശം പോലും നമ്മൾ അറിയിച്ചില്ല. സോണിയാഗാന്ധി മോദി സർക്കാരിൻ്റെ നിലപാടിൽ സംശയം ഉന്നയിച്ചെഴുതിയ ലേഖനത്തിൽ ഇക്കാര്യം ചോദിച്ചതാണ്. എന്തുകൊണ്ട് അത് സംഭവിച്ചു? 2, ഇറാൻ കപ്പൽ ഇന്ത്യൻ അതിഥിയായി വന്ന് തിരിച്ചു പോകുമ്പോൾ അമേരിക്ക മുക്കി. ഇന്ത്യക്കെതിരെ അമേരിക്കയിൽ നിന്ന് തന്നെ ആരോപണവും ഉയർന്നു. ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് നമ്മൾ പ്രഖ്യാപിച്ചത്? 3, നരേന്ദ്രമോദി നെതന്യാഹുവിനെ സന്ദർശിച്ച് മണിക്കൂറുകൾക്കകമാണ് ഇറാനെ ആക്രമിച്ച് അയത്തുള്ള അലി ഖമനേയിയെ കൊലപ്പെടുത്തുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സമാധാനത്തെക്കുറിച്ചും പരസ്പര വിശ്വാസത്തെക്കുറിച്ചും മേഖലയിലെ സൗഹൃദത്തെക്കുറിച്ചും ഉറപ്പുകൾ നൽകി ആ നെതന്യാഹു ഇസ്രായേലിനും ഇന്ത്യയോട് അതിനുശേഷം ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ
ഒരു പ്രതിബദ്ധതയുണ്ട് എന്ന് ആലോചിച്ചിരുന്നില്ലേ? അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ കുഴപ്പത്തിലാക്കും വിധത്തിൽ നടത്തിയ ഈ നീക്കങ്ങൾ നമ്മൾ പ്രതിഷേധത്തോടെ കൂടി അവരെ അറിയിക്കേണ്ടതല്ലേ? പ്രതിഷേധിക്കാത്തത് എന്താണ്? 4. ഇറാൻ യുദ്ധത്തിൽ US-ഉം ഇസ്രായേലും സംയുക്ത കക്ഷിയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് റഷ്യയോട് എണ്ണ വാങ്ങാൻ അനുമതി നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനം ട്രംപ് നടത്തി. ഇന്ത്യക്കെതിരെ മാസങ്ങളായി ഇന്ത്യയുടെ ബോസ് എന്ന മട്ടിൽ ട്രംപ് പല കാര്യങ്ങളിലും ഇടപെടുന്നു, പ്രഖ്യാപിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നമ്മുടെ അന്തസ് ഇടിക്കുന്ന ആസൂത്രിത ഇടപെടൽ നടക്കുന്നു എന്ന് സംശയിക്കുന്ന രീതിയിലാണ് ട്രംപിൻ്റെ വിടുവായത്തരങ്ങൾ. നമ്മുടെ പരമാധികാരത്തെ താറടിക്കാനുള്ള ശ്രമത്തെ അപലപിക്കേണ്ടതാണ്. എന്നാൽ എന്തുകൊണ്ട് നരേന്ദ്രമോദി പരസ്യമായി അത് അപലപിക്കുന്നില്ല? 5. സർവോപരി ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് മേൽ മറ്റൊരു രാജ്യം ഇടപെടുന്ന അസാധാരണ സാഹചര്യം ഇറാൻ യുദ്ധത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. US-ൻ്റെയും അമേരിക്കയുടെയും ഇറാന് മേലുള്ള ആക്രമണം അക്കാര്യത്തിൽ അതിരുവിട്ട് കഴിഞ്ഞു. ഇന്ത്യയുടെ പരമ്പരാഗത വിദേശ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സമീപനത്തെ അപലപിക്കാത്തത് എന്തുകൊണ്ട്? അതായത് മലയാളത്തിൽ പറഞ്ഞാൽ ഇമാതിരി ഏകപക്ഷീയമായ യുദ്ധത്തെ നമ്മൾ അപലപിക്കണ്ടേ എന്ന്. ഇത്രയും ചോദ്യങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ അവശേഷിക്കുകയാണ്. ഞാൻ കേൾക്കുന്നവരുടെ, മനുഷ്യരുടെ, ഇന്ത്യയുടെ പൗരന്മാരുടെ ഒക്കെ ഉള്ളിലുള്ള ആ ചോദ്യം സ്വാഭാവികമായി എൻ്റെ ഉള്ളിലും വന്ന ചോദ്യം 5 എണ്ണം ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ ജയശങ്കറിൻ്റെ പാർലമെൻറ്റിലെ പ്രസ്താവന കൊണ്ട് അവശേഷിക്കുന്നതല്ല നിലവിലെ സാഹചര്യം. വരും ദിവസങ്ങളിൽ നരേന്ദ്രമോദിക്ക് തന്നെ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടി വരും എന്നാണ് പാർലമെൻറ്റിലെ പ്രതിഷേധങ്ങൾ വെളിവാക്കുന്നത്. കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.